അതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് ആലത്തൂർ മണ്ഡലത്തിലെ തോന്നൂക്കര UP സ്കൂളിലാണ്. ഇവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ വോട്ട് ചെയ്യാനെത്തുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇത് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി UDF സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ 9 മണിയോട് കൂടിയാണ് LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ രാധാകൃഷ്ണൻ തോന്നൂക്കര UP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. മണ്ഡലത്തിൽ രാവിലെ 6:30 തൊട്ട് തന്നെ എല്ലാ ബൂത്തിലും കാര്യമായ തിരക്കുണ്ടായിരുന്നു. 1253 പോളിംഗ് സ്റ്റേഷനുകളാണ് മണ്ഡലത്തിലുള്ളത്. ഈ 1253 പോളിംഗ് സ്റ്റേഷനുകളിലും രാവിലെ 6:30 മുതൽക്കേ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കമുള്ള ആളുകൾ, യുവാക്കളടക്കമുള്ള ആളുകൾ നിരവധിയായി പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു. അവരെല്ലാവരും തന്നെ അതിരാവിലെ തന്നെ എത്തി വോട്ടിംഗ് നിർവഹിച്ചു പോകാനുള്ള അത്തരത്തിലൊരു തീരുമാനിച്ചിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, പാലക്കാട് മേഖല എന്ന് പറയുന്നത് പാലക്കാട്, തൃശൂർ മേഖലകളിലെ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് ആലത്തൂർ മണ്ഡലം. അപ്പോൾ വലിയ രീതിയിലുള്ള ചൂട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതിനാൽ തന്നെ പരമാവധി നേരത്തെ എത്തി സമ്മതിദാനാവകാശം നിർവഹിച്ചു പോവുക എന്നൊരു കണക്കുകൂട്ടലിലായിരുന്നു ഈ ആളുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനാൽ തന്നെ പരമാവധി നേരത്തെ എത്തുക, അതിനാൽ തന്നെ രാവിലെ വലിയ രീതിയിലുള്ള തിരക്ക് ഈ ബൂത്തുകളിൽ അനുഭവപ്പെട്ടിരുന്നപ്പോൾ ഏറെ നേരം കാത്തുനിന്നാണ് പല ആളുകളും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നത്. നിലവിൽ ഇപ്പോൾ കെ രാധാകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്താനായി പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തോന്നൂർക്കര UP സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ സമ്മതിദാന അവകാശം നിർവഹിക്കുന്നത്. നമുക്കറിയാം, 7ാമത്തെ തവണയാണ് അദ്ദേഹം വിവിധ ഇടങ്ങളിലായി അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ ലോക്സഭ, നിയമസഭ അടക്കമുള്ള ഈ തിരഞ്ഞെടുപ്പുകളിൽ 7ാമത്തെ തവണയാണ് അദ്ദേഹം ഒരു മത്സരത്തിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ 6 മത്സരങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ 6 തിരഞ്ഞെടുപ്പുകളിലും വിജയം നേടിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിനെ ആലത്തൂർ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. ഇന്നലെയും നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അവസാന നിമിഷവും വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ UDF നമുക്കറിയാം, 2019 തിരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ 1,58,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു രമ്യ ഹരിദാസ് വിജയിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ രമ്യ ഹരിദാസിനെ തന്നെ UDF വീണ്ടും ആലത്തൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു. അതേ വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് രമ്യ ഹരിദാസിനെ മത്സരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ വോട്ടെടുപ്പിന് ശേഷം രമ്യ ഹരിദാസുമായി സംസാരിക്കുമ്പോൾ അതേ ഒരു ആത്മവിശ്വാസം രമ്യ ഹരിദാസിനുമുണ്ട്. വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് രമ്യ ഹരിദാസിന്റെയും ഒരു പ്രതീക്ഷ. കഴിഞ്ഞ തവണ 2019 തിരഞ്ഞെടുപ്പിൽ 80%-ലധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആലത്തൂർ മണ്ഡലത്തിൽ. ഇത്തവണ അത്രത്തോളം വോട്ടിംഗ് ഉണ്ടാകുമോ എന്നാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും എങ്ങനെയാണ് വിജയ ശതമാനം അല്ലെങ്കിൽ എത്രത്തോളം വോട്ട് ഇരു പാർട്ടികൾക്കും LDF UDF-ന് ലഭിച്ചിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലുകളിലേക്കെല്ലാം വൈകുന്നേരത്തോടുകൂടി എത്താൻ സാധിക്കും. നിലവിലിപ്പോൾ മികച്ച പോളിംഗ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ജനത്തിരക്ക് ഓരോ ബൂത്തുകളിലുമുണ്ട്. അതുപോലെ തന്നെ രാവിലെ മോക്ക് പോളിംഗിൽ ഒരു ഇടത്ത് മാത്രമാണ് കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം. ഈ യന്ത്ര തകരാറ് മൂലം പോളിംഗ് നിർത്തിവെക്കേണ്ടി അല്ലെങ്കിൽ പോളിംഗ് വൈകിയ ഒരു സാഹചര്യം ആലത്തൂർ മണ്ഡലത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളത്. അത് കടങ്ങോട് പഞ്ചായത്തിലെ പാലക്കാടിലേക്ക് ചൂട് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം നേരത്തെ തന്നെ വോട്ട് ചെയ്തു പോകാനുള്ള ഒരു നിർദ്ദേശം കൂടെ നൽകിയിരിക്കുന്നു. അതും ഒരു പക്ഷേ ഈ തിരക്കിന് കാരണമായിരിക്കാം, അല്ലേ? അതെ ജിൽസി, സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 6:30 തൊട്ട് തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ രീതിയിലുള്ള ജനത്തിരക്കുണ്ടായിരുന്നു. നമുക്കറിയാം, പ്രായമായ ആളുകളടക്കം എത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആളുകൾ അവിടെ വെയിറ്റ് ചെയ്യുന്നതിൽ, ഏറെ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നതിൽ പലർക്കും നീരസം ഉണ്ടായിരുന്നെങ്കിലും ഇത്തരത്തിൽ സംവിധാനാവകാശം എത്രയും പെട്ടെന്ന് നിർവഹിച്ചു പോവുക എന്നൊരു ഉദ്ദേശമായിരുന്നു അവർക്കും ഉള്ളത്. എന്നാൽ ഓരോ സമയമെടുക്കുന്നുണ്ട്, ഒരു കാലതാമസം പല ഇടങ്ങളിലും വരുന്നുണ്ട്. എങ്കിലും പലയിടങ്ങളിലും ഈ ബൂത്തിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ പുതിയ ആളുകളായതുകൊണ്ട് അവർക്ക് കുറച്ച് കാലതാമസം ഈ ഒരു ഇതിൽ വരുന്നുണ്ട് എന്നൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. എങ്കിലും അതിനെ കാര്യമായി വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും മറ്റും ഒരിടങ്ങളിലും ഇതുവരെയും പോയിട്ടില്ല. ഒരു ചെറിയ കാലതാമസം ഒരുവിധം നിരവധി ബൂത്തുകളിൽ എടുക്കുന്നുണ്ട്. എന്നാലും അതിനെ മറ്റ് പ്രശ്നങ്ങളിലേക്ക് ആ രീതിയിലേക്കൊന്നും പോയിട്ടില്ല.